പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കണമേ. എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെയും വേദനകളെയും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പരീക്ഷ എഴുതുന്ന സമയത്ത് അമ്മ അവരുടെ സമീപത്തിരിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവർക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായിരിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. അമ്മേ, അവരെ ആശ്വസിപ്പിക്കണമേ. രോഗസൗഖ്യം നൽകണമേ. ശക്തമായ അങ്ങേ പുത്രനോട് അവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ജോലിയും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ്. വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു പരിപാലിക്കണമേ. ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ, ഞങ്ങളെ എല്ലാവരെയും എപ്പോഴും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. എല്ലാവിധ ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നുമെല്ലാം അമ്മ അവരെ പരിപാലിക്കണമേ. അമ്മേ മാതാവേ, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും വർദ്ധിപ്പാൻ തക്കവിധം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. യുദ്ധങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഞങ്ങളെ ഭൂമുഖത്ത് നിന്ന് പാടെ തുടച്ചു മാറ്റണമേ. സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. ക്ഷമിപ്പാനുള്ള മനസ്സെല്ലാവർക്കും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കണമേ. പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ലോകത്തുള്ള എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എത്രയോ മക്കള് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, അവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ സമീപത്ത് അമ്മ ഇരിക്കണമേ. അമ്മേ മാതാവേ, കണ്ണീരോടെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിലൊന്ന് തുറക്കണമേ. അമ്മേ, ഞങ്ങൾ പാപികളും ഏഴകളുമാണ്, കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. എങ്കിലും ഞങ്ങൾ എല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. നോമ്പായി എടുത്തിരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളുടെ എല്ലാവരുടെയും നിയോഗത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കരുതേ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത ആ മക്കളെ അനുഗ്രഹിക്കണമേ. കണ്ണീരോടെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ. അമ്മേ മാതാവേ, വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളൊന്നും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധമുള്ള വാതിലുകൾ തുറക്കണമേ. ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ. ജോലി ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്.
അവരുടെ ദുഃഖങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. അവരുടെ ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. അമ്മേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി ശക്തമായ അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ കുറവുകളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയുടെ മക്കളാണല്ലോ. അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.